ഷാമെ മാർച്ച് 24-നാണ് IB ഉദ്യോഗസ്ഥ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് റെയിൽവേ ട്രാക്കിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുന്നത് IB ഉദ്യോഗസ്ഥയെ. അതിന് പിന്നിൽ കൂടെ ജോലി ചെയ്തിരുന്ന സുഗാന്ത് സുരേഷാണ് എന്ന് ഈ IB ഉദ്യോഗസ്ഥയുടെ വീട്ടുകാർ ആരോപിക്കുന്നു. അപ്പോൾ ഈ ആരോപണം വന്നതിന് ശേഷം സുഗാന്ത് സുരേഷ് നാട് വിട്ടു. ഇടയ്ക്ക് ഈ പോലീസ് ഈ സുഗാന്ത് സുരേഷിൻ്റെ അച്ഛനെയും അമ്മയും കസ്റ്റഡിയിലെടുത്തു. ഇയാൾ എവിടെയാണെന്ന് പക്ഷേ ഇതുവരെ അറിവില്ല. 2 മാസമായിട്ടും ഇയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഇയാളെ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷേ ഇയാൾ എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട. അതിനിടയ്ക്ക് ഇയാൾ മുൻകൂർ ജാമ്യമൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതിയിൽ വീണ്ടും പരിഗണിക്കാൻ പോവുകയാണ്. ഹൈക്കോടതിയിൽ സാധാരണ ഈ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ നിൽക്കുമ്പോൾ പോലീസ് ഒരു വലിയ കാര്യമായിട്ടുള്ളൊരു ഇടപെടൽ നടത്തില്ല. കോടതി പറയട്ടെ എന്നൊരു നിലപാട് പോലീസ് സ്വീകരിക്കാറുണ്ട്. എങ്കിലും ഇവരുടെ കേസിനകത്ത് ഒരു IB ഉദ്യോഗസ്ഥ ആയതുകൊണ്ടും ഇവരുടെ മാതാപിതാക്കൾ തുടർച്ചയായി ഈ കേസിൽ ഇടപെടുക ചെയ്യുന്നതുകൊണ്ടും പോലീസ് ഈ സുഗാന്തിൻ്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തിരുന്നു. കഴിഞ്ഞ മാസം കസ്റ്റഡിയിലെടുത്ത് അവരെ ചോദ്യം ചെയ്ത് മകൻ എവിടെയെന്ന് സംബന്ധിച്ച് അവർക്ക് യാതൊരു വിവരവുമില്ല എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അവരെ വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും CMൻ്റെ ഓഫീസിൽ വന്ന് CMനെ നേരിട്ട് കണ്ടിരുന്നു. CM എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നുള്ളൊരു ഉറപ്പ് അവർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രണയബന്ധമാണ്. ഇവർ 2 പേരും IB ഉദ്യോഗസ്ഥരാണ്. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെ പ്രൊബേഷൻ ഓഫീസറാണ് സുഗാന്ത് സുരേഷ്. ഈ മരണപ്പെട്ട യുവതി ഇവിടുത്തെ എമിഗ്രേഷൻ വിഭാഗത്തിലെ ഇൻ്റലിജൻസിലെ ഉദ്യോഗസ്ഥയാണ്. മാർച്ച് 24-ന് തിരുവനന്തപുരത്ത് മരിച്ച യുവതി. അത് നമ്മുടെ പേട്ട സ്റ്റേഷൻ്റെ പരിധിയിൽ നമ്മുടെ എയർപോർട്ട് റോഡിലുള്ള റെയിൽവേ ട്രാക്കിലാണ് യുവതി ഡ്യൂട്ടിക്ക് ഇറങ്ങിയ ശേഷം ട്രെയിനിൻ്റെ മുൻപാകെ ചാടി മരണപ്പെടുകയായിരുന്നു. അതിന് മുമ്പൊക്കെ വിളിച്ചിരിക്കുന്നത് ഈ സുഗാന്തിലേക്കാണ് കോൾ വിളിച്ചിരിക്കുന്നതെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സുഗാന്ത് ഈ യുവതിയെ വിളിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഈ യുവതിക്ക് കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിൽ ഗർഭചിത്രം നടത്തിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ. അതിൻ്റെ തെളിവുകളും പോലീസിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ ലൈംഗിക അതിക്രമത്തിന് ലൈംഗിക ചൂഷണത്തിന് കേസെടുത്തിട്ടുണ്ട്. അത് ഉള്ളതുകൊണ്ടാണ് യുവതിയുടെ പേര് നമ്മളിപ്പോൾ പറയാൻ പറ്റാത്തത്. അപ്പോൾ ഇതിൽ അവർ പറയുന്നത്, യുവതിയുടെ വീട്ടുകാർ പറയുന്നത്, ഈ സുഗാന്ത് ഈ യുവതിയെ ഉപേക്ഷിച്ചു, അതിലെ മനോവിഷമം മൂലമാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ്. സുഗാന്തിൻ്റെ വീട്ടുകാർ പറയുന്നത് തങ്ങൾ ഒരു തവണ ഇവരുടെ വീട്ടിൽ വന്നിട്ടുണ്ട്, വിവാഹാലോചനയുമായി വന്നു. അപ്പം ഒരു ജ്യോതിഷിയെ കണ്ട പ്രകാരം ഞങ്ങൾ മറുപടി നൽകാമെന്ന് ഇവർ പറഞ്ഞു. അതിനുശേഷം ഇവർ മറുപടി നൽകാൻ തയ്യാറാവുന്നില്ല. ഈ ബന്ധത്തിൽ നിന്ന് മകളെ പിന്തിരിപ്പിക്കാൻ നോക്കി. മകളുടെ ഫോൺ വരെ ബ്ലോക്ക് ചെയ്തു. യുവതിയുടെ വീട്ടുകാർ ബ്ലോക്ക് ചെയ്തു. ഈ സുഗാന്തുമായിട്ടുള്ള എല്ലാ കണക്ഷനും വിച്ഛേദിപ്പിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കോള് ബ്ലോക്ക് ചെയ്തു എന്ന് പറയുന്നതിനകത്ത് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സുഗാന്ത് പറഞ്ഞിരിക്കുന്നവരുടെ സുഹൃത്തുക്കളോട് പറഞ്ഞിരിക്കുന്നത്, ഈ കോള് ബ്ലോക്ക് ചെയ്ത ശേഷം ദിവസങ്ങളോളം ഈ യുവതി ഇയാളോട് സംസാരിക്കാൻ തയ്യാറായില്ല. അത് ഇയാൾക്ക് മനോവിഷമം ഉണ്ടാക്കി. ആ വാശിയിൽ ഇയാളും മിണ്ടാതിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതായി. ഇയാളെ ബ്ലോക്ക് ചെയ്തതിൻ്റെ ദേഷ്യത്തിൽ ഇയാൾ ഈ യുവതിയോട് മിണ്ടാതായി. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊരു പ്രണയബന്ധത്തിലുണ്ടായിട്ടുള്ള അനാവശ്യമായി കുറച്ച് പേർ പുറത്തു നിന്ന് ഇടപെട്ടിട്ടുണ്ടായ കുഴപ്പമാണ്. ഇപ്പോൾ ഇയാളുടെ ജാമ്യാപേക്ഷയിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിലെ കുറച്ച് ഭാഗം ഞാൻ വായിക്കാം. എൻ്റെ മലയാള വിവർത്തനമാണ്. ഒരു ഘട്ടത്തിലും IB ഉദ്യോഗസ്ഥയോട്, ഞാൻ പേര് പറയുന്നില്ല, IB ഉദ്യോഗസ്ഥയോട് മോശമായി പെരുമാറിയിട്ടില്ല. സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തിയുമാണ് എപ്പോഴും ഞാൻ ഇടപഴകിയിട്ടുള്ളത്. വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. സത്യസന്ധമായ സ്നേഹമാണ് എപ്പോഴും പ്രകടിപ്പിച്ചിട്ടുള്ളത്. നിറഞ്ഞ പിന്തുണയും നൽകിയിരുന്നു. വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങളെയും തീരുമാനങ്ങളെയും എപ്പോഴും അംഗീകരിച്ചിരുന്നു. ആ യുവതിയുടെ പേര് പിന്നെ അവരുടെ മരണം ഏറ്റവും അധികം ബാധിക്കപ്പെട്ട ഒരാളാണ് താൻ. വിവാഹകാര്യം അവർ വീട്ടുകാരെ അറിയിക്കുകയും തൻ്റെ മാതാപിതാക്കൾ അവരുടെ വീട്ടിലെത്തി സംസാരിക്കുകയും ചെയ്തു. ജ്യോതിഷിയുടെ അഭിപ്രായം തേടാനായിരുന്നു യുവതിയുടെ വീട്ടുകാരുടെ തീരുമാനം. ജ്യോതിഷിയെ കണ്ടതിന് ശേഷം എന്താണ് പറഞ്ഞത് എന്നതുൾപ്പെടെയുള്ള ഒരു കാര്യവും പറയാൻ ആ യുവതിയുടെ വീട്ടുകാർ തയ്യാറായില്ല. മാത്രമല്ല, താനുമായി ബന്ധം പുലർത്തുന്നതിനെ എതിർക്കുകയും ചെയ്തു. മൊബൈൽ നമ്പർ ബ്ലോക്ക് ചെയ്യാൻ അവരെ നിർബന്ധിച്ചു.
എന്നാൽ തനിക്കൊപ്പം നിൽക്കാനാണ് യുവതി തീരുമാനിച്ചത്. ബന്ധം തുടരാൻ തീരുമാനിച്ച ഇവർ രണ്ടുപേരും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിനടുത്ത് വീടെടുത്ത് ഒരുമിച്ച് ജീവിച്ചു. വീട്ടുകാർ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നതിൽ യുവതി വലിയ സമ്മർദ്ദത്തിലായിരുന്നു. യുവതി ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ചെയ്തതാണെങ്കിൽ അതിന് പിന്നിൽ മാതാപിതാക്കൾ ഏൽപ്പിച്ച സമ്മർദ്ദവും വിഷമവുമാണ്. അങ്ങനെയാണ് പറയുന്നത്. ഇതാണ് അയാളുടെ ജാമ്യാപേക്ഷയിൽ, ആന്റിസിപ്പേറ്ററി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. ഇതിൻ്റെ എല്ലാം തെളിവുകൾ അയാളുടെ പക്കലുണ്ടെന്നും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പരിശോധിക്കപ്പെടണമെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമം എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിൽ ആരും നടത്താൻ ശ്രമിക്കാറില്ല. അങ്ങനെ നടത്തി കഴിഞ്ഞാൽ മുൻകൂർ ജാമ്യം കിട്ടത്തില്ല എന്ന് മാത്രമല്ല, പണിയും മേടിക്കും. ഇത് ഞാൻ ഈ കേസിലൊന്നും പറയുന്നില്ല. ഈ കേസിൽ അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയും നീ പ്രതിയുടെ ഭാഗത്താണ് നിന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഞാനെൻ്റെ ഒരു വസ്തുതാപരമായിട്ട് ചില കേസസിലൊരു കാര്യം പറയാം. അനാവശ്യമായിട്ട് ഈ ചില വീട്ടുകാർ വന്ന് ഇടപെടുന്നേ. ചില വീട്ടുകാർ അനാവശ്യമായിട്ട് ഈ പ്രണയബന്ധങ്ങളിലൊക്കെ വന്ന് ഇടപെട്ട് ഇത് രണ്ടുപേരെയും ആവശ്യമില്ലാതെ ഇടപെട്ട് ഇവർ രണ്ടുപേരും അവസാനം തമ്മിലടിക്കും. അവസാനം ആരെങ്കിലും ഒരാളുടെ ജീവൻ പോകും. സംഭവിച്ചിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വിഷയങ്ങളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഒരു കക്ഷിയാണ് ഈ പറയുന്ന ജ്യോതിഷിയെ പഞ്ചായത്തിലടിപ്പിക്കരുത്. അങ്ങനെ ജ്യോതിഷി ഉണ്ടെങ്കിൽ ജ്യോതിഷിയെ പഞ്ചായത്തിലടിപ്പിക്കരുത്. അടുത്ത ഏതെങ്കിലും പഞ്ചായത്ത് വെച്ച് പൊക്കോളാൻ പറഞ്ഞേക്കണം. തീരദേശ റോഡ് വെച്ച് എല്ലാം പിടിച്ച് പൊക്കോളാൻ പറഞ്ഞേക്കണം. ജ്യോതിഷി മുഖാന്തരം എത്ര പ്രണയബന്ധങ്ങളാണ് അവർക്ക് ഒന്നിക്കാൻ പറ്റാതെ, വിവാഹം കഴിക്കാൻ പറ്റാതെ പോയിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവസാനം ആത്മഹത്യയിലെത്തിക്കും. ആത്മഹത്യയിലെത്തിച്ചു കൊടുക്കും. ഒരു കാരണവശാലും ചേരത്തില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ഇവർ തമ്മിൽ ഒരുമിച്ച് കഴിഞ്ഞാൽ ലോക പടിഞ്ഞ തലേ ഒഴിയുന്നു. ചേരുമെന്ന് പറയുന്നവർ പിന്നീട് നന്നായി ജീവിക്കുന്നുണ്ടോ എന്നുള്ള അന്വേഷിക്കണം. ചേരുമെന്ന് പറഞ്ഞിട്ട് 10-8 പൊരുത്തം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. 10-8 പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്ത് സംഭവിക്കുന്നു? 10-8 പൊരുത്തം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ എന്താ പറയുക എറിയാൻ വെച്ചിരിക്കുന്ന മറ്റേ ഇതുണ്ടല്ലോ, ഏതാ തോട്ടയും പിടിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും നമുക്ക് ചിലപ്പോൾ കാണാം. അധികകാലം പോകത്തുമില്ല. അധികാലമൊന്നും മുന്നോട്ട് പോകത്തുമില്ല. നമ്മൾ ഈ കോടതിയിലെ ഡിവോഴ്സ് കേസുകളുമായിട്ട് ബന്ധപ്പെട്ട് ഡിവോഴ്സ് കോടതിയിൽ കുടുംബ കോടതിയിൽ ചെന്ന് നിന്നാൽ മതി. എത്രയധികം കേസസാണെന്ന് അറിയാമോ? ഇവിടെ നടക്കുന്ന കല്യാണത്തിന് ആനുപാതികമായി തന്നെ ഇവിടെ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഈ കേസിലാണെന്ന് പറയുന്നില്ല. ഇപ്പോൾ എല്ലാവരോടും പറയും ഒരു പെൺകുട്ടിയുടെ കേസിൽ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചു. ഞാൻ പ്രതിക്ക് അനുകൂലമായി സംസാരിച്ചു എന്നല്ല വിഷയം. ഇവിടെ വളരെ കൃത്യമായി ഇഴകീറി പരിശോധിക്കപ്പെടണം ഈ കേസ്. ആരാണ് ഇതിലെ തെറ്റുകാർ എന്നുള്ളത് അത് ഇഴകീറി പരിശോധിച്ച് ഇത് കണ്ടുപിടിക്കണം. ഇഴകീറി പരിശോധിക്കണം. ഇപ്പോൾ ഒരു പെൺകുട്ടി മരണപ്പെട്ടു. ആ പെൺകുട്ടി എന്തുകൊണ്ട് മരണപ്പെട്ടു, എന്തായിരുന്നു അവരുടെ പ്രശ്നം, ഇയാളാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ പിടിച്ചകത്ത് കിടണം. അതിലൊന്നും വേറെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, പിടിച്ചകത്തിട്ടേക്കണം. പണ്ട് ഞാനൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പഴയൊരു കഥയാണ്. അതായത് ഒരു വീട്ടിൻ്റെ ഇതൊരു ഇരുനില വീടാണ്. മുകളിലത്തെ നിലയിൽ വാടകക്കാരാണ്. വാടകക്കാർ താമസിക്കുന്നതിനകത്ത് ഒരു അച്ഛൻ, അമ്മ, മകള്, ആ കുട്ടിക്ക് ഒരു അനുജൻ, ഇത്രയും പേരാണ്. താഴത്തെ നിലയിലൊരു അച്ഛനും അമ്മയും ഒരു മകനും. അവർ ഹൗസ് ഓണറുമാണ്. ആ കെട്ടിടത്തിൻ്റെ ഓണർ അവരാണ്. ഈ മുകളിൽ താമസിക്കാൻ വന്ന വാടകക്കാരിലെ പെൺകുട്ടിയുമായിട്ട് ഈ താഴത്തെ ചെറുപ്പക്കാരൻ അഫെയറായി, പ്രണയത്തിലായി. ഇത് ഈ പെണ്ണിൻ്റെ അച്ഛൻ അറിഞ്ഞു. അത് വലിയ പ്രശ്നമായി. ഈ ചെറുക്കനുമായിട്ട് വലിയ തർക്കങ്ങളും വിഷയങ്ങളും ഒക്കെ ആയി. ഈ പയ്യനെന്തെന്ന് വെച്ചാൽ പോയി അങ്ങ് ആത്മഹത്യ ചെയ്തു. ട്രെയിനിൻ്റെ മുന്നിൽ ചാടിക്കളഞ്ഞു. ഇതറിഞ്ഞ് ഈ പെണ്ണ് പോയി ചാടി. പെണ്ണിനെ രക്ഷിക്കാൻ പോയിട്ട് തന്തയും തള്ളയും എല്ലാം പോയി. ട്രെയിനിൻ്റെ അടി പോയി. ഇതൊക്കെയാണ് ചില കാര്യങ്ങളിൽ അവരെ അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത്. അവരെ ജീവിക്കാൻ അനുവദിക്കുക എന്നുള്ളതേ ഉള്ളൂ. അവരൊരുമിച്ച് ജീവിക്കട്ടെ. അവർ പ്രായപൂർത്തിയായവരാണെങ്കിൽ ഒരുമിച്ച് ജീവിക്കട്ടെ. അല്ലെങ്കിൽ പ്രായപൂർത്തിയാവുന്ന സമയത്ത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ, അവർക്ക് അവരുടേതായിട്ടുള്ളൊരു പക്വതയിൽ എത്തുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അങ്ങനെ വിട്ടേക്കുക. ഇതിലൊക്കെ പോയി ഇടപെടാൻ നിൽക്കുമ്പോഴാണ് ഈ വലിയ പ്രശ്നങ്ങളുണ്ടാകുന്നത്. ഇതിപ്പോൾ അയാളുടെ കുടുംബമാണെങ്കിലും സുഗാന്തിൻ്റെ കുടുംബമാണെങ്കിലും, ഇപ്പം സുഗാന്തിനെ പിന്തിരിപ്പിച്ച് വിട്ടത് കുടുംബമാണെങ്കിലും, അല്ലെ സുഗാന്ത് തന്നെ എടുത്ത തീരുമാനമാണെങ്കിലും, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങൾ പോയിട്ട് പിന്നീട് പിന്തിരിയുമ്പോഴുണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിരിക്കും. അല്ലെങ്കിൽ അവരെ കെയർ ചെയ്ത് നിർത്തി കൊണ്ടുപോകാൻ പറ്റണം. എങ്ങനെ അവരെ ഒരു മരണത്തിലേക്ക് തള്ളിവിടാതെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ മറ്റൊരു ജീവിതത്തിലേക്ക് വിടാൻ പറ്റണം. മറ്റൊരു ജീവിതത്തിലേക്ക് അവർ പോകുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കണം. അവരുടെ ജീവിതത്തിലേക്ക് പോയി അലമുണ്ടാക്കാതെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ബോധ്യപ്പെടുത്തി. അപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര പേര് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രണയങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ പ്രണയിച്ചിട്ടുണ്ട്.
അത് വേണം പിന്നെ. അപ്പോൾ അല്ലെങ്കിൽ മനുഷ്യൻ ഭയങ്കര ഡ്രൈ ആയി പോകും. പിന്നെ തീർച്ചയായിട്ടും ഒരുപാട് പ്രണയങ്ങളുണ്ട്. ആരും വിവാഹിതരായിട്ടില്ല. എനിക്കൊന്ന് 1-2 പേര് മാത്രം, 1-2 അത്രയേ ഉള്ളൂ. PGക്ക് പഠിക്കുമ്പോഴും ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒന്നും വിവാഹം കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ നമ്മുടെ ഒരു BEd കോളേജിൽ എൻ്റെ ഒരു സുഹൃത്ത്, അപ്പോൾ അവർ ഒരുമിച്ച് പഠിച്ചതാണ്. ഒരുമിച്ച് പഠിച്ച് അപ്പോൾ അവർ ഇഷ്ടമാകുന്ന BEd കോളേജിലെ ടീച്ചർമാർക്ക് മനസ്സിലായി. അവർ മുന്നിട്ടിറങ്ങിയ കല്യാണം നടത്തി കൊടുത്തു. രണ്ടുപേരും ഹിന്ദുക്കളാണെങ്കിലും 2 കാസ്റ്റാണ്. എന്ത് ജാതി, ഇതിലൊന്നും ജാതിയൊന്നും. പക്ഷെ അത് ആ വീട്ടുകാർ അംഗീകരിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊരു പ്രശ്നമില്ല, അവർ നടത്തി കൊടുത്തു. വീട്ടുകാരും നടത്തി, സന്തോഷം. പരസ്പരം മനസ്സിലാക്കിയ 2 പേര് ഒരുമിച്ച് ജീവിക്കട്ടെ എന്ന് അവരും തീരുമാനിച്ചു. അതാ നല്ലത്. അതെ, അത് കഴിഞ്ഞ് അവരുടെ അടുത്ത തീരുമാനമല്ലേ. തെറ്റെങ്കിൽ തെറ്റട്ടെ, തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ. നമ്മളിവിടെ ഇപ്പോൾ ഞാൻ ഒരുപാട് ഈ കൗൺസിലേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഒരുപാട് ഈ എന്തിന് നമ്മൾ ഈ കോടതിയിൽ, കുടുംബ കോടതിയിൽ കൗൺസിൽ ചെയ്യുന്ന ആളുകളോട് വരെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഷ്യൂസ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, ഇഷ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. ഒരു ഇത് പറയുമ്പോൾ ഒരു തിര മാത്രമല്ലല്ലോ ഒരു കടലിൽ വരുന്നത്, തിര വന്നുകൊണ്ടേയിരിക്കും. ആ തിര ഇങ്ങനെ വരും പോകും. ആ തിര വന്നിട്ട് പോകുമെന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ മതി. ചിലപ്പോൾ ചില ശക്തമായ തിരകളൊക്കെ ആഞ്ഞടിച്ചെന്ന് വരും. അതിന്റെ മുന്നിലൊക്കെ ഒഴിഞ്ഞു മാറുക എന്നുള്ളതാണ്. അതെ, അതിലൊക്കെ ഇങ്ങനെ സ്കിപ്പായി പോയിക്കൊണ്ടേയിരിക്കണം, എങ്കിലേ ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ കുടുംബ കോടതിയുടെ ഫ്രണ്ടിലൊക്കെ പോയി നിൽക്കേണ്ടി വരും. എന്തായാലും ഈ കുട്ടിയുടെ കാര്യത്തിൽ വളരെ ദുഃഖകരമായ സംഭവമാണ്. അങ്ങേ അറ്റത്തെ ദുഃഖകരമായിട്ടുള്ള സംഭവം. IBയുടെ ഒക്കെ ടെസ്റ്റ് എഴുതിയെടുക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കുട്ടിക്ക് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു, നല്ല രീതിയിൽ എത്തേണ്ട ഒരു കുട്ടിയായിരുന്നു. ഇപ്പം നാളെ എന്തായാലും ജാമ്യാപേക്ഷ ഇപ്പോഴും ഹൈക്കോടതി അതിങ്ങനെ നീട്ടി കൊണ്ടുപോകുന്നത്, ഇത് വളരെ കൃത്യമായി ഹൈക്കോടതി ഒരുപാട് ദിവസങ്ങളായി ഇയാളുടെ ജാമ്യാപേക്ഷ വന്നിട്ട് അത് വളരെ കൃത്യമായി കോടതി അതിൻ്റെ പോലീസിൻ്റെ റിപ്പോർട്ട് ചോദിച്ച് അത് വാങ്ങിച്ച് പരിശോധിച്ചിട്ടേ വിധി പറയുന്നു തീരുമാനിച്ചു വെച്ചിരിക്കുക. വളരെ കൃത്യമായി പരിശോധിച്ച ശേഷമേ അവർ ഇക്കാര്യത്തിൽ വിധി പറയുള്ളൂ. അതുകൊണ്ടാണ് നാളെ വരെ നീട്ടിക്കൊണ്ടുപോയത്. നാളെ തള്ളിക്കളയാണെങ്കിൽ ഇയാൾ ഹാജരാകും, കീഴടങ്ങേണ്ടി വരും. ചിലപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകും. കാര്യം നല്ല കുടുംബത്തിന് നല്ല ആസ്തിയുണ്ട്, ഞാൻ അന്ന് പറഞ്ഞില്ലേ, നല്ല സാമ്പത്തിക അവസ്ഥയുള്ള ഒരു വീടാണ്. സുപ്രീം കോടതിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഇത് ഹൈക്കോടതിയിൽ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ കോടതിയിൽ നിൽക്കും. പിന്നെ ഈ കേസൊന്നും അങ്ങനെ തീരുന്ന കേസുമല്ല. ഇര മരണപ്പെട്ടതുകൊണ്ട്, ഇര മരണപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ കേസ് വാദിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇര മരണപ്പെട്ടതുകൊണ്ട് കാലങ്ങളായി ഇത് നീണ്ടുപോകും. കാലങ്ങളോളം ഇതേ രീതിയിൽ നീണ്ടുപോകും. പെട്ടെന്ന് ചടുലമായിട്ടുള്ള തീരുമാനങ്ങൾ ഇക്കാര്യങ്ങളിൽ ആരും എടുക്കരുത്. പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ചടുലമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കരുത്. ചടുലമായി പെട്ടെന്ന് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ പൂർണ്ണമായും ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ലാന്ന് ചിന്തിക്കരുത്. അതായത് പ്രണയിക്കുമ്പോൾ പുഷ്പങ്ങൾ മാത്രം പ്രതീക്ഷിക്കരുത്, ഈ മുള്ളുകളും കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കണം. എനിക്കറിയാവുന്നൊരു സുഹൃത്തിൻ്റെ ജ്യേഷ്ഠനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കേസിൽപ്പെട്ടു. ജയിലിലേക്ക് പോകാൻ നേരം അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ ഒരു ജീവിതമില്ല. വല്ലാത്തൊരു കേസാണ്, എന്താ കേസാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പുള്ളി കീഴടങ്ങാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് കീഴടങ്ങാൻ തീരുമാനിച്ചതിന് തൊട്ട് മുമ്പാണ് പിന്നെ എന്നെ കണ്ടത്. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ കണ്ടതാണ്. പുള്ളിയോടെ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഇരിക്കുന്നിടത്ത് അതുവഴിയാണ് പുള്ളി ഇങ്ങനെ ഇറങ്ങി വന്നത് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ താഴെ വണ്ടി വന്നു, ഇവിടെ പോകാൻ നേരത്ത് വന്നു. അപ്പോൾ പുള്ളി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം നമ്മുടെ സംസാരിച്ചു. ഇനിയിപ്പോൾ ഒരു ജീവിതമില്ല, പോയി തിരിച്ചു വരണം, പിന്നെ എവിടെയെങ്കിലും പോയി മരണപ്പെടണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തെ മാറ്റി നിർത്തി കുറച്ച് നേരം സംസാരിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതൊക്കെ ഒരു ജീവിതത്തിലെ അനുഭവങ്ങളാണ്, അതും കടന്നു പോകും, ഈ പ്രതിസന്ധിയും കടന്നു പോകും. എല്ലാ കാലത്തും ഈ സമയവും കടന്നു പോകുമ്പോൾ നിങ്ങളെ ജയിലിൽ എല്ലാ കാലത്തും പിടിച്ചിട്ടില്ലല്ലോ. വാദിക്കുക, കോടതിയിൽ വാദിക്കുക, നിങ്ങൾക്ക് ഭാഗം പറയുക, നിങ്ങളുടെ ഭാഗം പറയുക. ഇപ്പോൾ നീതി കിട്ടുമ്പോൾ നീതി കിട്ടും, നീതി കിട്ടുന്നില്ലെങ്കിൽ എന്താ, അവിടെ ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടില്ലേ, കിടക്കണമെന്നേ കുറച്ചാലോ. പുറത്ത് കറങ്ങി നടന്നിട്ട് നിങ്ങൾ മദ്യപിച്ച് നടന്നു കഴിഞ്ഞാൽ എത്ര കാലം നിങ്ങൾ ജീവിച്ചിരിക്കുമെന്നാണ് കരുതുന്നത്? കൂടിപ്പോയാൽ ഈ മദ്യപാനം, നിങ്ങളുടെ ഒരു മദ്യപാനത്തിൻ്റെ രീതി വെച്ച് നിങ്ങൾ 6-7 കൊല്ലം കൊണ്ട് തീർന്നു പോകും. അവിടെ ആകുമ്പോൾ ഒരു 10-15 കൊല്ലം എങ്ങനെയാണെങ്കിലും ശിക്ഷ കിട്ടിയാൽ പോലും 10 കൊല്ലം അവിടെ സുഭിക്ഷമായിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിൽ മുന്നോട്ട് തിരിച്ചു പോകണം. ഞാനത് പറഞ്ഞു കൊടുക്കാൻ കാര്യം അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അദ്ദേഹം അങ്ങനെ ഒരു പ്രവർത്തിക്ക് പോകുന്ന ഒരാളാണ്, അങ്ങനെ പോകുന്ന ആളല്ല, അബദ്ധത്തിൽ ചെന്ന് ചാടിപ്പോയതാണ്. അത് കൂട്ടുകാർ കൂടിയപ്പോഴത്തേക്ക് അബദ്ധത്തിൽ തലവെച്ച് പോയി. കൂട്ടുകാർ കൂടുമ്പോഴുള്ള ചില ക്രിമിനൽ വാസനയുള്ള കൂട്ടുകാരുടെ കൂടെ കൂടിയാൽ അവർ കുഴപ്പത്തിലാക്കും. എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ പൂജപ്പുര കിടപ്പുണ്ട്, പൂജപ്പുര കിടക്കുകയാണ്. വലിയ കുറ്റമാണ്.
ഞാനിടയ്ക്ക് കാണാൻ പോകാറുണ്ട്. അത് ശരി. വലിയ ക്രൈമാണ്, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ക്രൈമാണ്, വലിയ ക്രൈമാണ്. ഇടയ്ക്ക് ഇങ്ങനെ കാണാൻ പോകാറുണ്ട്. ഇവിടെ അല്ല, ഇത് എറണാകുളം, ഞാൻ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഞാൻ കാണാൻ പോകാറുണ്ട്. അയാൾ പെട്ടുപോയത് ഇതുപോലെ. ഏതായാലും ഈ വിഷയത്തിൽ നാളെ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അയാൾ കീഴടങ്ങട്ടെ. അതെ, ലഭിച്ചില്ല, ഈ കേസിൽ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ ഭാഗത്തെ തെറ്റ് കോടതിക്ക് മനസ്സിലായി എന്ന് വേണം കണക്കുകൂട്ടാൻ, നമ്മൾ കണക്കാക്കണം. കാരണം ഇത്രയധികം കോടതി ഈ കേസ് പരിശോധിച്ചിട്ടുണ്ട്. ഹൈക്കോടതി വളരെ സീരിയസ് ആയിട്ട് ഈ ക്രൈമിനെ പരിശോധിച്ചിട്ടുണ്ട്. അയാൾക്ക് നാളെ ജാമ്യം നിഷേധിക്കുകയാണെങ്കിൽ അയാൾ പൂർണ്ണമായും തെറ്റുകാരനാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അയാൾ കുറേ രേഖകളൊക്കെ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. കോള് ബ്ലോക്ക് ചെയ്തതിൻ്റെ കോള് അതായത് കോള് ബ്ലോക്കായി പോകുന്നു, വിളിച്ച കോളുകൾ കട്ടായി പോകുന്നു, അതിൻ്റെ രേഖകളൊക്കെ പിന്നെ വിളിച്ചപ്പോൾ സ്വാഭാവികമായ ഒരു പ്രതികരണം ഉണ്ടായേക്കാം. അല്ല, മെസ്സേജസ് അയാൾ അയച്ചിരിക്കുന്ന കുറേ മെസ്സേജസ് എല്ലാം അയാൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പിൽ ഈ കുട്ടിക്ക് അയച്ചിരിക്കുന്ന മെസ്സേജസ് എന്താണ് എടുക്കാത്ത എങ്ങനെയൊക്കെ ചോദിച്ചിട്ടുള്ളത്. അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞതാ. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ അയച്ചിട്ടുണ്ട്. അതിന്റെ കുറേ രേഖകളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എന്തായാലും നോക്കാം നമുക്ക്. ശരി.